ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഞാൻ ഓർക്കാണ്, ഞാൻ ഇന്ന് എവിടെയാ, ഞാൻ വാട്സപ്പില് ഒരു മെസ്സേജിന് മറുപടി കൊടുത്തേ. ഒരു അമ്മയിട്ട് എന്തോ ഒരു പ്രേരണ മറുപടി കൊടുക്കുക. അപ്പോൾ അതിന് മുകളില് ആ അമ്മയുടെ മോൾ അയച്ചൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ പറഞ്ഞ മോളെ, ഇത് തന്നെ അച്ഛൻ എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് മാത്രം മറുപടി കൊടുക്കുന്നത്, എനിക്ക് എന്തോരം മറുപടി തരുന്നില്ല? അമ്മയോട് ചോദിച്ചിരിക്കുക. എന്തായാലും ആ കൊച്ചിന് മറുപടി കൊടുത്തു. അദ്ദേഹത്തിന് വലിയൊരു സന്തോഷമല്ലേ. ഇന്ന് നിങ്ങളേക്ക് ഒരു സാക്ഷ്യം വായിക്കാൻ വേണ്ടി പോണത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സാക്ഷിയാണ് കേട്ടോ. ആ കൊച്ച് എഴുതിയിരിക്കുന്ന നിങ്ങൾ കണ്ടോ, ലെറ്ററുകളൊക്കെ നോക്കി അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ചെറിയ കാര്യമാണെങ്കിലും ആ കൊച്ചിന്റെ വിശ്വാസം, അതേപോലെ തന്നെ പല കാര്യങ്ങളും അതിനുവേണ്ടി സാക്ഷ്യം വായിക്കുക. ചിലപ്പോൾ ആദ്യമായിട്ട് ടോക്ക് കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇത് കുഞ്ഞിപ്പിള്ളേർക്കുള്ള പരിപാടിയാണ്. നല്ല കേട്ടോ, ഇത് മുതിർന്നവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ തന്നെയാണ്. പക്ഷെ ഒരു കുട്ടിയുടെ സാക്ഷ്യം വായിക്കുന്നുണ്ടോ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛ, ഞാൻ നേഹ, തൃശ്ശൂർ അതിരൂപതയിലെ അരിമ്പൂർ ഇടവാംഗമാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എന്നെ LSS സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു പഠിക്കുവാനായിട്ട്. മാത്സ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. മറ്റ് വിഷയങ്ങൾ കിട്ടിയിരുന്നെങ്കിലും മാത്സ് എനിക്ക് കിട്ടിയിരുന്നില്ല. മോഡൽ എക്സാമിൽ ഞാൻ ഫെയിൽ ആയി. മോഡൽ എക്സാമിൽ മാത്സ് ചോദ്യങ്ങൾ എളുപ്പമുള്ളതുപോലും ഞാൻ ശരിയാക്കിയില്ല. അതും അശ്രദ്ധ മൂലം. ശരിയായ പരീക്ഷയിൽ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് കിട്ടിയില്ല. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ തോക്കുമെന്ന്. പക്ഷെ ഞാൻ പ്രതീക്ഷ കൈവിടാതെ 2110 2021-05 ആ ടോക്കുകൾ എന്നും കേൾക്കുമായിരുന്നു. പരീക്ഷ പാസ്സാവാൻ 48 മാർക്കായിരുന്നു ആവശ്യം. റിസൾട്ട് വന്നപ്പോൾ 49 മാർക്ക് ഈശോ നൽകി എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് സ്കോളർഷിപ്പ് ലഭിച്ചു. എന്നെ ജയിപ്പിച്ച ഈശോയ്ക്ക് 1000 നന്ദി. ഈശോയ്ക്ക് എന്നും മഹത്വം ഉണ്ടാകട്ടെ. സാക്ഷ്യത്തിന് അവസാനം നല്ല ക്ലിയർ ആണ് കേട്ടോ. ഈശോയ്ക്കാണ് മഹത്വം, ഈശോയ്ക്കാണ് നന്ദി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കാണ് ഈ കുഞ്ഞിന്റെ ഒരു വിശ്വാസം നോക്കിയേ അല്ലേ. പ്രാർത്ഥന, വിശ്വാസം, ദൈവഭക്തിയുടെ പരിശീലനം അല്ലേ. സുഭാഷങ്ങൾ പറയുന്നില്ലേ, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിന് വ്യതിചലിക്കുകയല്ല കേട്ടോ. അപ്പൊ അത് കാർന്നമാരുടെ മെച്ചവും കൂടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. പിന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തായാലും കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനത്തൊക്കെ പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എന്തിനാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. 1 പത്രോസ് 2:16 വചനം. എന്തിനാണ് സ്വാതന്ത്ര്യം? ചിലപ്പോൾ നമ്മള് ചില യുവജനം, ഞാൻ ഒരു കൊച്ചൊന്നും അല്ലല്ലോ, എനിക്ക് ബുദ്ധിയും വിവരം ബോധമൊക്കെ വെച്ചില്ലേ, എന്നെ സ്വതന്ത്രമാക്കി വിടാനേ എന്നൊക്കെ പറയുന്ന ഡയലോഗുകൾ ഒരു യൗവനത്തിന്റെ കാലഘട്ടത്തിൽ പറയും. ഞാനൊരു കൊച്ചു കുട്ടിയൊന്നുമില്ല, എന്റെ പറയുമെന്നെല്ലാം നോക്കാനായിട്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞ അമ്മയോട് സ്നേഹപൂർവ്വം ചിലപ്പോൾ സീരിയസ് ആയിട്ടും ഒക്കെ പിള്ളേര് യുവജനങ്ങളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ തട്ടിക്കയറാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ പത്രോസിലേക്ക് പറയുന്ന മനോഹരമായ വചനമാണ്. ആ വചനം ഇങ്ങനെയാണ്. അതായത് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതായത് തിന്മയുടെ ഒരു അതിന് മുകൾ ഭാഗം കൂടെ പറഞ്ഞാൽ ശരിയാവുള്ളൂ. 16ാമത്തെ വാക്യം അതിന് മുകളിൽ കിടക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ സ്വതന്ത്രരായി ജീവിക്കുക. അതാണ് പൗലോസിലേക്ക് പറഞ്ഞ മുകളിലത്തെ വാക്യത്തിൽ. എന്നിട്ട് പത്രോസിലേക്ക് പറയുന്ന ബാക്കി കാര്യം ഇങ്ങനെയാണ്. അതായത് ഇത് നിങ്ങൾക്കൊരു തിന്മയുടെ ആവരണമാക്കാനല്ല, ഈ സ്വാതന്ത്ര്യം ഒരു തിന്മയുടെ ആവരണമാക്കാനല്ല, മറിച്ച് ദൈവത്തിന്റെ ദാസരെ പോലെ ജീവിക്കുന്ന പറയുന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തിനാ? ഈ വചനത്തോട് തൊട്ട് മുകളിലത്തെ വചനത്തിൽ കിടക്കുന്ന എന്നാന്നറിയാമോ? അതായത് നിങ്ങൾ നന്മ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ മൂഢന്മാരായ പലരും ഇങ്ങനെ ജൽപ്പനം നടത്തുന്നുണ്ട്. അവരെ നിങ്ങളുടെ നന്മ തന്നെ അവർക്ക് ഉത്തരം കൊടുത്ത് അവരെ നിശബ്ദരാക്കട്ടെ എന്നാണ് പോലും പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നന്മ പ്രവർത്തിച്ചുകൊണ്ട് അവരെ അജ്ഞതയെ നമുക്ക് നിശബ്ദരായി കൊടുക്കണം, മറുപടി കൊടുക്കണം എന്നൊക്കെ ഉള്ള പോസിറ്റീവായ അർത്ഥത്തിലാണ് അതിന്. എന്നിട്ട് നിങ്ങൾ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടി പറയാം. എന്നിട്ടാണ് പറയുന്നത് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ തിന്മയുടെ ഒരു ആവരണമാക്കരുത്, മറിച്ച് ദൈവത്തിന്റെ ദാസരെ പോലെ ജീവിക്കും. അതിന്റെ അർത്ഥപൂർണ്ണം. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യം. അല്ലാതെ നമ്മുടെ തോന്നിയാസവും തിന്മ ചെയ്യാൻ വേണ്ടിയിട്ടുമല്ല സ്വാതന്ത്ര്യം. അതാ പറഞ്ഞത് നിങ്ങൾ സ്വതന്ത്രരായിട്ട് ജീവിക്കുക, എന്നാൽ സ്വതന്ത്രരായിട്ട് നന്മ ചെയ്യുവൻ എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്നിട്ട് പറയാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാ ജീവിക്കേണ്ടത്? ദൈവത്തിന്റെ ദാസരെ പോലെ ജീവിക്കുക. അപ്പൊ എന്താണ്? അവിടെ ഒരു ദാസനാണ് അവൻ. സ്വാതന്ത്ര്യം ഇല്ല അവിടെ. ശരിക്കും പറഞ്ഞ സ്വാതന്ത്ര്യം ഇല്ല, ഉണ്ട്. പക്ഷെ അതിനെല്ലാം അതിന്റെ അപ്പുറത്ത് നമ്മൾ വിചാരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ചിന്തകൾക്ക് അപ്പുറത്തുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. പറഞ്ഞ ഹല്ലേലൂയ. ശരിക്കും അതിന് പ്രഘോഷം പറയാം, കാരണം സീരിയസ് ടോക്ക് ആകുമ്പോ അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അല്ലെങ്കിൽ സുവിശേഷത്തിലെ ചില വചനങ്ങൾ അത് പറഞ്ഞു, വേറെ വചനം ഇപ്പോൾ ഓർമ്മയാണ്.
അത് ഞങ്ങൾ പ്രയോജനരഹിതരായ ദാസന്മാർ, ഞങ്ങൾ കടമ നിർവഹിച്ചതേ ഉള്ളൂ, ഇത്രയും പറയാൻ അവകാശമുള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്വതന്ത്രരാണോ? സ്വതന്ത്രരാണ്. ആ തിന്മയുള്ള സ്വാതന്ത്ര്യമാണോ? അല്ല. പിന്നെയോ നന്മയുള്ള സ്വാതന്ത്ര്യമാണ്. അതേസമയം നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ് അല്ലെ. അവർ ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് വലിയൊരു സ്വാതന്ത്ര്യം തന്നെയാണ്. അതേസമയം നമ്മുടെ ഇഷ്ടത്തിന് പോകാനുള്ള സംഗതിയല്ലേ. ദൈവവചനത്തിൻ്റെതായ പിടുത്തമുണ്ട്, പ്രാർത്ഥനയുടെ പിടുത്തമുണ്ട്, പാരന്റ്സിൻ്റെതായ പിടുത്തമുണ്ട്, സഭയുടേതായ ഒരു പിടുത്തമുണ്ട്. പക്ഷെ ഇതെല്ലാം പിടുത്തമാണോ? അല്ല, അതൊരു സ്വാതന്ത്ര്യമാണ്. ഒന്നും മനസ്സിലായില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സംഗതി മനസ്സിലായി. ഇപ്പൊ പോകുന്ന പോലെ ഇങ്ങോട്ട് പോവുക, കൂടുതൽ എടുത്തി അടുത്തിന് പോകാതിരിക്കുക. അതാണ് ഉത്തരം ക്ലിയർ കേട്ടോ. പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ ചില ആൾക്കാർ പോകുന്ന പോക്ക് കറക്റ്റ് അല്ലെങ്കിൽ ഇത് തെറ്റായി വ്യാഖ്യാനിക്കരുത്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ചുരുക്കത്തിൽ നന്മ ചെയ്യുക, സ്വതന്ത്രരായിട്ട് ജീവിക്കുക. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരുമാണ്, അതേസമയം നമ്മൾ ദൈവത്തിന്റെ മക്കളുമാണ്. ക്രൈസ്തലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെയുണ്ട്. ഇപ്പോഴൊരു സ്വാതന്ത്ര്യം വേണം, ഒരു സന്തോഷം വേണം. വചനം നിങ്ങളെ സ്വതന്ത്രരാക്കും. വചനം നിങ്ങളെ സ്വതന്ത്രരാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഓരോ വചനവും നമുക്ക് നല്ലൊരു സ്വാതന്ത്ര്യമാണ് തരുന്നത്. കാരണം നമ്മുടെ ലൈഫിലുള്ള പല പൈശാചിക അടിമത്തങ്ങളും വിട്ടുപോവാണ് നമ്മൾ സ്വതന്ത്രരായിട്ട് തീരും. ഇതാണ് ശരിക്കുള്ള, അതാണ് ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയും. പക്ഷെ എന്താ, ആ വചനം നമ്മൾ പാലിക്കുക. അവിടെ അടിമത്തമാണോ? അല്ല, അതൊരു സ്വാതന്ത്ര്യമാണ്, ഈശോയിലേക്കുള്ള വളർച്ചയാണ്. കുറച്ചുകൂടെ ക്ലിയർ ആയില്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്തുതിക്കാം. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവായ ദൈവമേ, വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു, വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു, വലിയ പരിശുദ്ധാത്മാഭിഷേകത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവം എല്ലാ പൈശാചികപ്പെടുന്ന അന്ധകാര ശത്രു ഉപദ്രവങ്ങളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളും തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇവരൊന്ന് വിട്ടുകഴിഞ്ഞ് കുരിശന്റെ ഇവിടെ നിബന്ധിക്കപ്പെട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവായ ദൈവം ഈ വചനപ്രകാരം വലിയൊരു ആത്മീയ സ്വാതന്ത്ര്യം, വലിയ വചനത്തിന്റെ സ്വാതന്ത്ര്യം, ക്രിസ്തുവിന്റെ വലിയ സ്വാതന്ത്ര്യം, പൗലോസ്ലീഹ പറയുന്ന വലിയൊരു സ്വാതന്ത്ര്യത്തിന്റെ അഭിഷേകം ഇവരെ ഉണ്ടാകട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് എന്റെ ദൈവമേ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങള്, അതേപോലെ തന്നെ വരും നാളുകൾ ഇങ്ങനെ മത്സര പരീക്ഷ, സ്കോളർഷിപ്പ് അങ്ങനത്തെയൊക്കെ ഒരുങ്ങുന്ന കുട്ടികളെ സ്കൂളിൽ തുറന്നിട്ടുള്ളൂ എങ്കിൽ പോലും കർത്താവായ ദൈവം ഓരോ കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശീർവദിക്കുക. കർത്താവ് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ദൈവവിശ്വാസം വർദ്ധിക്കട്ടെ, ദൈവഭക്തി വർദ്ധിക്കട്ടെ, പ്രാർത്ഥന വർദ്ധിക്കട്ടെ, കുഞ്ഞുങ്ങൾക്ക് ധാരാളം സാക്ഷ്യം പറഞ്ഞ് ഇടവരട്ടെ. കർത്താവ് ഈ കുഞ്ഞുങ്ങളേക്ക് ഇങ്ങനെ വളർത്തുന്ന കുടുംബാംഗങ്ങളെല്ലാം ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. പഠിക്കാൻ ബുദ്ധി കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ ബുദ്ധി കൂടട്ടെ എന്ന് ആശീർവദിക്കുന്നു. മടിയുള്ള കുട്ടികൾക്ക് യേശു നാമത്തിൽ മടി വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഉത്സാഹത്തിന്റെ ആത്മാവ്, തീക്ഷ്ണതയുടെ ആത്മാവ്, അനുസരണത്തിന്റെ ആത്മാവ് കുട്ടികൾ ഓരോരുത്തരും നിറയട്ടെ. കർത്താവ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകാൻ പറ്റാത്തവരെ രോഗപീഠകൾ കിട്ടുന്ന യേശുനാമത്തിൽ വിട്ടുപാട്ട്. കർത്താവ് വിശുദ്ധ കുരിശനെ നിങ്ങൾ എല്ലാവരെയും ആശീർവദിക്കും. നമ്മുടെ കർത്താവ് ഈശോയും ശേറെ കൃപയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.